നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ആമ്പല്ലൂരിൽ കുടിവെള്ളം കിട്ടാക്കനി. ശുദ്ധജലത്തിനായി വലഞ്ഞ നാട്ടുകാരും വ്യാപാരികളും. പൊതുജല വിതരണ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വടന്തരപ്പള്ളി പുതുക്കാട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മേള സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമരപരിപാടികൾ ആരംഭിക്കാനും തീരുമാനം. പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ഗിഗിൽ ഗാല 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. വൃശ്ചികപ്പിറവി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന ആഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ ആയിരങ്ങളാണ് ആറേശ്വരം കുന്നിൻ മുകളിലെത്തിയത്. കൊടകര മേഖലയിലെ ആദ്യത്തെ ഉത്സവാഘോഷമായ ആറേശ്വരം ഷഷ്ടിക്ക് വൻ ജനപങ്കാളിത്തമാണ് ഇക്കുറി അനുഭവപ്പെട്ടത്. പുലർച്ചെ 4-ന് ക്ഷേത്രനട തുറന്നതു മുതൽ കുന്നിൻ മുകളിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. ശബരിമല വ്രതം നോറ്റ 100 കണക്കിന് ഭക്തരാണ് പുലർച്ചെ ക്ഷേത്രനടയിലെത്തി കറുപ്പണിഞ്ഞ് മാലയിട്ടത്. ക്ഷേത്ര ചടങ്ങുകൾ ഏറന്നൂർ മണിക്കൽ പ്രസാദ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. 10 കാവടി സെറ്റുകളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. രാവിലെ 9ഓടെ വിവിധ സെറ്റുകളിൽ നിന്ന് ആരംഭിച്ച കാവടിയാട്ടം ഉച്ചയോടെ മലയടിവാരത്തെത്തി സമാപിച്ചു. കാവടി സെറ്റുകളുടെ വക അഭിഷേകവും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AK രാജൻ, സെക്രട്ടറി PR അജയ് ഘോഷ്, ട്രഷറർ KR രാധാകൃഷ്ണൻ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K സുധീർ കുമാർ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി.
പുതുക്കാട് മണ്ഡലത്തിലെ പ്രധാന ടൗണായ ആമ്പല്ലൂരിൽ കുടിവെള്ളം കിട്ടാക്കനി. ശുദ്ധജലത്തിനായി വലഞ്ഞ നാട്ടുകാരും വ്യാപാരികളും. പൊതുജല വിതരണ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുജല വിതരണ സംവിധാനമില്ലാത്തത് ആമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത്. ഹോട്ടൽ, ബേക്കറി അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കുമായി വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുമുണ്ട്. ഈ മേഖലയിലുള്ള ഏതാനും വീട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെ. പ്രദേശത്ത് കിണറുകളുണ്ടെങ്കിലും ഇതിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാനാകൂ. വീടുകളിൽ ഉൾപ്പെടെ 10,000 ചെലവിട്ട് ഫിൽറ്റർ സംവിധാനം ഏർപ്പെടുത്തിയവരും ഉണ്ട്. ഇതാണ് വെള്ളത്തിന്റെ മെയിൻ ആയിട്ടുള്ള കളർ. ഇത് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സ്, കുടിവെള്ളം ഇതൊക്കെ വളരെ പ്രശ്നമാണ്. വേനൽക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. വർഷകാലത്ത് നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുറമെന്ന് വരെ വെള്ളം വാങ്ങേണ്ട അവസ്ഥയായി തുടങ്ങി. ഇതിന്റെ മേലധികാരികളോടൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ PWD വെറുതെ ഒരു സമട്ടിടാണ്. പഞ്ചായത്തിലും പഞ്ചായത്തിന്റെ മറ്റു വാർഡുകളിലൊക്കെ വിളിച്ച് പൈപ്പ് ലൈൻ കൊടുക്കുക. ഇവിടെ അടുത്ത് കമ്മ്യൂണിറ്റി ഹാൾ വരെ ലൈൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഒരു സമീപനം വളരെ സുഖമില്ലാത്തൊരു സമീപനമാണ്. ആമ്പല്ലൂര് പോളിടെക്നിക് തൊട്ട് സെന്റർ വരെ ഇത്രയും കാലമായിട്ട് ഒരു 3 കൊല്ലത്തിന് മേലായിട്ടുണ്ട് ഞങ്ങളുടെ വെള്ളത്തിന് വേണ്ടി കാണുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിനെ എല്ലാവരും കഴിയുന്നവരും ഞങ്ങൾ എല്ലാവരും പോയി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നില് പാടം, വെള്ളത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം ചുവന്ന വെള്ളം. വീട് നശിച്ചു പോകുന്നു. വീട്ടിൽ ഒരാൾ വന്നാൽ വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തരും എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് എല്ലായിടത്തും കൊടുത്ത് കാണുന്നുണ്ട്. അപേക്ഷിക്കുന്നു, ചെല്ലുന്നു. ഞങ്ങൾ ഈ 3 വീട്ടുകാർ പ്രത്യേകിച്ച് എല്ലാവരും പോയിട്ട് യാതൊരു കാര്യം നടത്തി തരുന്നില്ല. അവർ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അത് ഒഴിവാക്കി തരാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റീസ് ചെയ്യുക. ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാവർക്കും, ആമ്പല്ലൂരിലെ സെന്ററിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം വളരെ ശോചനീയാവസ്ഥയാണ്. വളരെ ചുവന്ന് കലങ്ങിയ വെള്ളമാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഫിൽറ്റർ 10,000-60,000 രൂപ വരെ ഫിൽറ്റർ വെച്ചിട്ടും പോലും ഞങ്ങൾക്ക് വെള്ളം നല്ല ശുചിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല. കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണമൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും കേടായി പോവുക ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി തരാനായിട്ട് നമുക്ക് നല്ല വെള്ളം കിട്ടിയെങ്കിലാണ് ഇതൊക്കെ നേരെയാവുള്ളൂ. അതുപോലെ നമ്മുടെ പൊതുജനങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. നമ്മുടെ കടമുറികളിലുള്ളവരും ലാബുകളുണ്ട്, അവരുടെ ടെസ്റ്റുകൾ നടത്താനായിട്ട് നല്ല വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ചോല വെള്ളമാണ് ഇവിടെ മുഴുവനും. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ എത്രയും വേഗം ലഭിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കുകയും 10,000 രൂപ കൊടുത്ത് വാട്ടർ ഫിൽറ്റർ വെക്കുകയും എന്നും അതിന്റെ മെയിൻ്റനൻസ് എല്ലാ മാസവും മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് തന്നെ വലിയ തുക ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലെ ബാത്റൂമുകളിലും ഒക്കെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോല വെള്ളമായതുകൊണ്ട് വീട്ടിലൊരു ഉപകാരത്തിന് ഒന്നിനും നമുക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾക്കിവിടെ കുടിവെള്ളത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ കച്ചവടക്കാർക്കൊക്കെ പഞ്ചായത്ത് ലൈൻ, പൈപ്പ് ലൈൻ ഇട്ടിട്ട് വെള്ളം ഇതുവരെ കിട്ടിയില്ല, കാലങ്ങളായി. നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് കടയിലേക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ പഞ്ചായത്ത് ഒരു പൈപ്പ് ഇട്ട് തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യമായിരുന്നു. ഇവിടെ കടക്കാർക്കായാലും പുറത്തുനിന്ന് പറഞ്ഞ യാത്രക്കാരനായിട്ട് വെള്ളം കുടിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ ടാറിംഗ് ഒക്കെ വരാണ് കേൾക്കുന്നുണ്ട്. അപ്പൊ ടാറിംഗ് വരുമ്പോ പൈപ്പ് ലൈനൊക്കെ സ്ഥാപിച്ച് പഞ്ചായത്ത് വെള്ളം ഇട്ട് വരികയാണെങ്കിൽ അവിടെ ഓട്ടോറിക്ഷക്കാരുടെ അവർക്കൊക്കെ വെള്ളത്തിൽ ഒരുപാട് സൗകര്യം ഉണ്ടായിരിക്കും. പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യുന്ന പഞ്ചായത്താണ് പനവറ പഞ്ചായത്ത്. അപ്പൊ ഇതിൽ കുടിവെള്ളത്തിന് പ്രശ്നമായ അവർ നല്ല രീതിയിൽ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഞ്ഞ നിറം കലർന്ന വെള്ളമാണ് കിണറുകളിൽ. ഓരോ വർഷവും വെള്ളത്തിന്റെ നിറവ്യത്യാസം കൂടി വരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. വെള്ളവസ്ത്രങ്ങൾ ഈ വെള്ളത്തിൽ കഴുകാൻ സാധിക്കില്ല, അതിന്റെ നിറം മാറും. നാളിതുവരെയായിട്ടും ആമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടൂക്കാവ് അമ്പലം വരെ പൊതുജല വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാലങ്ങളായി മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഇതിനായി പരിശ്രമിച്ചെങ്കിലും പദ്ധതി നടപ്പിലായില്ല. പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇക്കാര്യത്തിലെ പ്രതിസന്ധി. അതേസമയം അനുമതി നൽകിയാൽ പഞ്ചായത്ത് നേരിട്ട് ഈ മേഖലയിൽ പൈപ്പിടൽ പൂർത്തിയാക്കാൻ തയ്യാറാണെന്ന് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ രാജേശ്വരി പറഞ്ഞു.
ആമ്പല്ലൂർ ജംഗ്ഷൻ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കുന്നതിന് മുൻപ് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾക്ക് രൂപം നൽകേണ്ട സാഹചര്യമാണെന്നും കെ രാജേശ്വരി പറയുന്നു. ചുരുക്കത്തിൽ വെള്ളത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രദേശത്ത് ശുദ്ധജലത്തിനുള്ള ഓട്ടത്തിലാണ് പ്രദേശവാസികൾ. പൊതുജല വിതരണ സംവിധാനം മാത്രമാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവർ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മേള വർണ്ണോത്സവം 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി. ICDS സൂപ്പർവൈസർ പ്രതിഭ ദയാനന്ദൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷറഫ് ചാടിയത്തൊടി, റോസിലി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MB ജലാൽ, ജോജോ പിണ്ടിയൻ, ഭിന്നശേഷി സംഘടന പ്രസിഡന്റ് TJ ജയരാമൻ, പഞ്ചായത്ത് സെക്രട്ടറി T കിൻസ് ബോയ് എന്നിവർ പ്രസംഗിച്ചു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹകരണങ്ങളും ചെയ്തു തരുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതൊരു വികസന പ്രവർത്തനം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നാം ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട വിവിധ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ കലാ അഭിരുചികൾ, കായിക അഭിരുചികൾ എല്ലാം വളർത്തുന്നതിന് വേണ്ടി അവരെ ഒരു മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സമൂഹത്തിലെ ഏറ്റവും കുറയ്ക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. അവരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ സാമൂഹികമായ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും. ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരു അവസരം നൽകുക എന്നതാണ് നമ്മൾ ഈ കലാകായിക മേള പ്രദർശിപ്പിക്കാൻ കുട്ടികൾക്ക് ഒരു അവസരം നൽകുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക മേള ഉണർവ് 2024 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി സി ഷോപ്പ്, CP സജീവൻ, ICDS സൂപ്പർവൈസർ PK വിനോദിനി, AV തോമസ്, സെക്രട്ടറി ഉമ്മ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുണ്ടാവുന്ന ഗതാഗത തടസ്സത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണിക്കൂറുകളാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇക്കാര്യത്തിന് പരിഹാരം കാണണമെന്ന ജനങ്ങളുടെയും വ്യാപാരികളുടെയും ഭാഗത്തുനിന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ആമ്പല്ലൂരിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാൻ അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പുതുതായി നിയമിതരായ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ ചുമതലയേറ്റു. യോഗം MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ ജോസഫ് ടാജറ്റ്, K ഗോപാലകൃഷ്ണൻ, കല്ലൂർ ബാബു, KL ജോസ്, ആന്റണി കൂട്ടുകാരൻ, അനിൽ കുനിയത്ത്, KV പുഷ്പാകരൻ എന്നിവർ പ്രസംഗിച്ചു. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി മണ്ഡലകാലത്ത് നടത്തിവരുന്ന 41 ദിവസം നീണ്ടുനിൽക്കുന്ന അന്നദാനത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ്, സെക്രട്ടറി A സുരേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ മഹാദേവ്, T രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് അന്നദാന വിതരണം നടത്തി. പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ഗിഗിൾ ഗാല 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അധ്യക്ഷനായി. ഫാദർ ജോസഫ് തെക്കേത്തല, ഉടൻപണം ഔദാരിക ടിങ്കിൾ ശീതൾ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി, പ്രിൻസിപ്പൽ ബാബു കോയിക്കര, PWA പ്രസിഡന്റ് ലിബൻ പോൾ,
ട്രഷറർ ജോയ് യു ആന്റണി, കൈക്കാരൻ TY ജോയ്, സ്കൂൾ സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ, വൈസ് പ്രിൻസിപ്പൽ AB വിൽഫി, സിനി ബിജോയ് എന്നിവർ സന്നിഹിതരായി. അല്ലെങ്കിൽ ഒത്തിരി കൊള്ളരുതാത്തെന്ന് പറയുമ്പോഴും തീർച്ചയായും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഴി തോണ്ടുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്. അധ്യാപകയും എന്ന് പറഞ്ഞാൽ മഹാപാപമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ശിശുദിനത്തോടനുബന്ധിച്ച് ഇഞ്ചക്കുണ്ട് ലൂർദ്മാട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലെ അങ്കണവാടികളെ ഉൾപ്പെടുത്തി ലിറ്റിൽ ബഡ്സ് 2024 സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുകാരൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, PTA പ്രസിഡന്റ് ആര്യ അനീഷ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച അംഗനവാടി അധ്യാപിക പുരസ്കാരം നേടിയ വനജ ടീച്ചറെ മെമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു. സമീപ പ്രദേശങ്ങളിലെ 20ഓളം അംഗനവാടികളിൽ നിന്നുമായി 100-ലധികം കുട്ടികൾ പങ്കെടുത്ത പ്രച്ഛന്നവേഷ മത്സരവും കളറിംഗ് മത്സരവും ഉണ്ടായിരുന്നു. കിഴക്കേ കോടാലി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദേശവിളക്ക് തിങ്കളാഴ്ച സംഘടിപ്പിക്കും. ക്ഷേത്ര മേൽശാന്തി ആദർശ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്തും തൃശൂർ മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മുതൽ 1 വരെയാണ് ക്യാമ്പ്. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്യും. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ ഗുരുവന്ദനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് സംഘടിപ്പിക്കും. തൃശൂർ ദേവമാത പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര ഉദ്ഘാടനം നിർവഹിക്കും. ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിക്കും. കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു മുഖ്യാതിഥിയാകും. മൂന്നുമുറി ഇടവകയിലെ മതബോധന അധ്യാപകനും മുൻ പാരിഷ് ബുള്ളറ്റിൻ എഡിറ്ററുമായ PD ബൈജുവിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി ഇടവക സമൂഹം കൈകോർക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 24-ന് ഇടവകയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും. വികാരി ഫാദർ ജോർജ് വേളപ്പറമ്പിൽ, കൈക്കാരൻ ബിജു തെക്കൻ, കൺവീനർ ജോൺ ചേനത്ത് പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഫോൺ 9745412372. വരുമാനം കൂടുന്നുണ്ട്, എന്നാൽ സേവിങ്സ് ഒന്നുമില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടോ? അനാവശ്യമായ സാമ്പത്തിക ചെലവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം ചെലവുകൾ കണ്ടെത്തി അത് കുറയ്ക്കുന്നുള്ള വഴികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കൃത്യമായി ഒരു പ്രതിമാസ ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. തോന്നിയ പോലെ പണം ചെലവാക്കി അക്കൗണ്ട് കാലിയാക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഏതെങ്കിലും ആഘോഷ പരിപാടികൾക്ക് പോയോ ഓൺലൈൻ ഓഫറുകൾ കണ്ട് സാധനങ്ങൾ വാങ്ങിയോ പണം ചെലവാകാതിരിക്കാൻ ഇത് സഹായിക്കും. എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും ബഡ്ജറ്റിൽ ഉറച്ചു നിൽക്കണം. സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ ഇത് സഹായിക്കും. ജോലി തിരക്കിനിടയിലോ ഒട്ടും സൗകര്യപ്രദമല്ലാത്തതോ ആയ സമയത്താണോ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് എങ്കിൽ ആ ശീലം മാറ്റാം. ഫ്രീ ടൈമിൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രം ഷോപ്പിങ്ങിന് പോവുക. ബുദ്ധിപൂർവ്വം പണം ചിലവഴിക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകൾ കണ്ടെത്തുക. ആപ്പുകൾ ഉപയോഗിച്ച് വില താരതമ്യം ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ഓഫറുകൾ ഉള്ള ദിവസം കണ്ടെത്തി ആ ദിവസം ഷോപ്പിംഗ് നടത്താൻ ശ്രമിക്കുക. സാമ്പത്തികമായ പ്രയാസം ഉണ്ടായിട്ടും ലക്ഷറി സ്റ്റൈലിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സ്വന്തം വരുമാനം, ചെലവ് എന്നിവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. പരിമിതികളെക്കുറിച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കുക. ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ആപ്പുകൾ ഒഴിവാക്കുക. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങൂ. എല്ലാ മാസവും കുറച്ചു പണം ആ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI എന്നിവ ഈ അക്കൗണ്ടിന് ഉണ്ടാകരുത്. ഇത് സ്വീപ്പിൻ അക്കൗണ്ട് ആയിരിക്കണം. കൂടാതെ പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ എന്നിവയുടെ മികച്ച നിക്ഷേപ പദ്ധതികൾ കണ്ടെത്തി പദ്ധതിയിൽ ചേരാം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ ഗ്രോത്ത് പൾസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. നവംബർ 19 മുതൽ 23 വരെ കളമശ്ശേരിയിലുള്ള കീഡ് ക്യാമ്പസിലാണ് പരിശീലനം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, GST ടാക്സേഷൻ, ഓപ്പറേഷണൽ എക്സലന്റ്, സെയിൽസ് പ്രോസസ്, ടീം മാനേജ്മെന്റ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൊസീജിയർ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. ഫോൺ 0484
25328980, മറ്റൊരു നമ്പർ 25503222, മൊബൈൽ നമ്പർ 9188922785. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള AMR വിഭാഗത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ എന്നീ തസ്തികകളിൽ 1 വർഷത്തേക്ക് നിശ്ചിത വേതനത്തിൽ കരാർ നിയമനം നടത്തുന്നു. MLT ബിരുദവും ബാക്ടീരിയോളജി ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. നവംബർ 22 രാവിലെ 10 തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 048722003110, മറ്റൊരു നമ്പർ 048722003119. ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചോട് റോഡിൽ തിങ്കളാഴ്ച മുതൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6935 രൂപയും പവന് 55,450 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് കുറ്റിക്കാടൻ ഫ്രാൻസിസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 11 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. വെള്ളിക്കുളങ്ങര പടിക്കലാൻ പൗലോസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ആമ്പല്ലൂരിൽ കുടിവെള്ളം കിട്ടാക്കനി. ശുദ്ധജലത്തിനായി വലഞ്ഞ നാട്ടുകാരും വ്യാപാരികളും. പൊതുജല വിതരണ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വടന്തരപ്പള്ളി പുതുക്കാട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാകായികമേള സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമരപരിപാടികൾ ആരംഭിക്കാനും തീരുമാനം. പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് കിഗിൽ ഗാല 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.